പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു ചിന്ത നിങ്ങളുമായി കൈമാറാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്ത് നാം ഏറ്റവും വേദനിക്കുന്നത്, നാം ഏറ്റവും മുറിവേൽക്കപ്പെടുന്നത്, നാം ചതിക്കപ്പെടുന്നത്, നാം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആയിത്തീരാൻ കാരണം നമ്മൾ ഏറ്റവും സ്നേഹിക്കപ്പെട്ട, ഏറ്റവും വിശ്വസിച്ച ബന്ധങ്ങൾക്കകത്ത് നിന്നാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മൾ ഏറ്റവും വിശ്വസിച്ച് അവർ നമ്മെ സഹായിക്കും, അവർ നമ്മെ കരുതും, അവർ നമുക്ക് വേണ്ടി നിൽക്കും, അവർ നമുക്ക് വേണ്ടി സംസാരിക്കും എന്നൊക്കെ ചിന്തിച്ച ബന്ധങ്ങൾക്കകത്ത് നിന്നാണ് നമുക്ക് ആഴമേറിയ മുറിവുകൾ, ആഴമേറിയ വേദനകൾ വരാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ വേദനകൾ വരുന്നതിന് മുൻപേ, ഇങ്ങനൊരു സാഹചര്യത്തിനകത്ത് അകപ്പെടുന്നതിന് മുമ്പേ ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മോട് പല സൂചനകൾ നമുക്ക് കൈമാറുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ക്ഷമിക്കുകയോ വിട്ടുവീഴ്ച നൽകുകയോ സഹിക്കുകയോ ചെയ്ത് നമ്മൾ ആ ബന്ധങ്ങൾ പലതും മുൻപോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻപോട്ട് പോയത് കൂടുതൽ വേദനകളിലേക്കും മുറിവുകളിലേക്കും അകപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ യാക്കോബ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ലാബാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ലാബാൻ്റെ മുഖം പണ്ടത്തതുപോലെ അല്ല എന്ന് യാക്കോബിന് മനസ്സിലായപ്പോൾ യാക്കോബിനോട് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. നീ അവിടെ 20 വർഷത്തെ സേവന കാലഘട്ടം അവസാനിച്ച് നീ നിൻ്റെ പിതൃഭവനത്തിലേക്ക് പോക എന്ന് സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുകയാണ്. യാക്കോബിനോട് സ്വർഗത്തിലെ ദൈവം ഒരു വാക്യം കൂടെ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രിയരെ, ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇത് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് കൈമാറാനുള്ള ഒരു ദൂത്, ആര് നിങ്ങളെ വിട്ടകന്നാലും, ആര് നിങ്ങളെ വിട്ട് മാറിപ്പോയാലും, ആര് നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും, ആര് നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും, ആര് നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും, നിൻ്റെ കൂടെ ഏത് മിനിറ്റും, ഏത് സാഹചര്യത്തിലും, ഏത് പ്രശ്നത്തിലും നിൽക്കാൻ ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. ആ യേശു നിങ്ങളുടെ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് കണ്ടിട്ടോ, എൻ്റെയോ നിങ്ങളുടെയോ സൗന്ദര്യം കണ്ടിട്ടോ, എൻ്റെ നിങ്ങളുടെ വിദ്യാഭ്യാസം കണ്ടിട്ടോ, കുടുംബ മഹിമ കണ്ടിട്ടോ, നമ്മുടെ പ്രാർത്ഥന ലൈഫ് കണ്ടിട്ടോ, ഉപവാസം കണ്ടിട്ടോ നമ്മുടെ കൂടെ കൂടിയ ദൈവമല്ല യേശു. നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ ബലഹീനതയിൽ, നമ്മൾ പാപത്തിനകത്തായിരുന്നപ്പോൾ നമ്മെ ചേർത്ത് പിടിച്ചവനാണ് യേശു. ആ യേശു നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. ആ യേശു നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളാണ്. നമ്മുടെ ഈ ഫേക്ക് റിലേഷനുകൾക്കകത്ത് നിന്ന് നമ്മൾ പുറത്തു വരാൻ തയ്യാറായാൽ നമ്മുടെ ലൈഫിനകത്ത് വലിയ വിജയങ്ങൾ കൊയ്യുവാൻ കഴിയും. ഒരു പരിധിവരെ നാം ഈ അവസ്ഥയ്ക്കകത്ത് ആയിത്തീരാൻ കാരണം നമ്മുടെ തെറ്റായ ബന്ധങ്ങളാണ്. നല്ല റിലേഷൻഷിപ്പുകൾ നമുക്ക് ലഭിക്കാത്തതാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിനകത്താകാൻ കാരണം. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ വിശ്വസ്തരാണോ? അവർ നിങ്ങളെക്കുറിച്ച് അവർക്കകത്ത് എന്താണ്? നിങ്ങളുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? അതോ നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതറിയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ വൈകിപ്പോകും. എന്നാൽ വൈകുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം ചില അടയാളങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തും. എന്നതുപോലെ ഇന്ന് പകൽ ഈ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അങ്ങനെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞവർ ആത്മാവിൽ ആ ബന്ധങ്ങളെ ഉപേക്ഷിക്കുകയും ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധങ്ങൾക്കകത്തേക്ക് കയറി വരികയും ചെയ്താൽ നിങ്ങളെക്കുറിച്ച് സ്വർഗമിട്ടിരിക്കുന്ന ആ ദൈവിക പദ്ധതികളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. 20 വർഷത്തെ അടിമത്വത്തിനകത്ത് കിടന്ന യാക്കോബ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ആ 20 വർഷത്തെ അടിമത്വത്തെ പൊളിച്ച് തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പുറത്തു കൊണ്ടുവന്നതുപോലെ സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കാം. ഒരു യോർദാൻ്റെ കരയിൽ ഒരു വടിയോടെ പോയവനെ ഒരു കൂട്ടത്തോടെ തിരികെ കൊണ്ടുവന്ന ദൈവത്തിന് ഹല്ലേലൂയ. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഒരു വർധനവിനെ കൈമാറി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയും? സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്.